നമ്മൾ അറിഞ്ഞൊരു വാർത്തയായിരുന്നു, ജബൽപൂരിലേക്ക് കുറെ വൈദികർ ഇവിടുന്ന് തീർത്ഥാടന യാത്രമായിട്ട് പോകുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള തീവ്ര മതവിശ്വാസികൾ അവരുടെ മതത്തെ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസികളായ അവര് പറയുന്നത് അവരുടെ മതം മാറ്റാൻ വേണ്ടി വന്നതാണെന്ന തെറ്റിദ്ധാരണയിൽ ഇവരെ കയറി ആക്രമിക്കുന്നതായിട്ടുള്ള ആ ഒരു വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അതിനെ അവലംബിച്ചുകൊണ്ട് നമ്മുടെ PC ജോർജ് ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിന് മുന്നിൽ പോയി തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അടി കിട്ടുമെന്ന രീതിയിലാണ് അദ്ദേഹം ഒരു അഭിപ്രായം മുന്നോട്ട് വെക്കുന്നത്. അതേപോലെ അദ്ദേഹം എമ്പുരാൻ സിനിമയെ പരാമർശിച്ചു. അതിനെ അവലംബിച്ചും അദ്ദേഹം അഭിപ്രായം പറയുന്നുണ്ട്. ഒരു മതവിശ്വാസത്തെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് സിനിമ എടുത്തു വെക്കാൻ, അല്ലെങ്കിൽ ആ ഒരു സിനിമ അത്തരത്തിലാണ് അദ്ദേഹം നോക്കി കാണുന്നതും അതിന് പ്രതികരിക്കുന്നതും ആ ഒരു രീതിയിൽ തന്നെയാണ്. അപ്പോൾ PC ജോർജിനെ പറ്റി നമുക്ക് ഇദ്ദേഹം ഇത് പറഞ്ഞതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. PC ജോർജ് ഈ അടുത്ത കാലത്തായിട്ട് പറയുന്ന മിക്ക കാര്യങ്ങളും ഈ ഒരു രീതിയിൽ ഈ മതം കൂട്ടിക്കലർത്തി പറയുന്നത് നമ്മൾ കുറേ അധികം കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു മതഭിന്നത ഉണ്ടാക്കുന്ന രീതിയിൽ ഈ പറയുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് എവിടെയെങ്കിലുമൊക്കെ കൊള്ളേണ്ടടുത്ത് കൊള്ളട്ടെ എന്ന രീതിയിലേക്ക് ഒരു ഭിന്നത സൃഷ്ടിക്കാമെന്ന രീതിയിലേക്ക് പറയുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതിന്റെ പിന്തുടർച്ച എന്നോണം ആയിരിക്കാം ഈ എമ്പുരാൻ സിനിമയെ പറ്റി പരാമർശിച്ചപ്പോൾ അതിന്റെ പ്രതികരണവും, അല്ലെങ്കിൽ ഈ ജബൽപൂരിലെ ഈ ഒരു വിഷയമാണെങ്കിലും എല്ലാത്തിലും ഒരു മത തീവ്രത കൊണ്ടിരുന്ന ഒരു സ്വഭാവം PC ജോർജ് ഇപ്പൊ കാണിക്കുന്നില്ലേ? അല്ല, PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു BJP കാരനാണ്. ഇപ്പോൾ BJPയുടെ നേതാവാണ്. മാത്രവുമല്ല, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഹാർഡ് കോർ ക്രിസ്ത്യൻ നേതാവാണ് അദ്ദേഹം. ഈ ക്രിസ്ത്യാനിറ്റികൾക്കിടയിൽ, ക്രിസ്ത്യൻസിനിടയിൽ ഈ പറയുന്നത് പോലെ എന്താണ്, മുസ്ലിം വിഭാഗം ലവ് ജിഹാദ് നടത്തുന്നു, ക്രിസ്ത്യൻ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു ശ്രമം, അതായത് പ്രണയ വാഗ്ദാനം നൽകി പ്രണയ ചതിയിലൂടെ കൊണ്ടുപോവുകയും മതം മാറ്റുകയും ചെയ്യുന്നുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ ആളാണ് ഈ പറയുന്ന PC ജോർജ്. അത് PC ജോർജിന്റെ മാത്രം ഒരു വാചകമല്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം PC ജോർജ് ഇത് മുന്നിൽ നിന്ന് പറയുമ്പോൾ ഇത് പിന്നിൽ നിന്ന് പറയുന്നത് കേരളത്തിലെ സഭ തന്നെയാണ്. കേരളത്തിലെ പലതരത്തിലുള്ള സഭകൾ, ഇപ്പോൾ കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ള സഭകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കാര്യത്തെ ഓൺ ചെയ്യുന്നുണ്ട്. അത് ഓർത്തഡോക്സ് ആയാലും ജാക്കോബിറ്റ് ആയാലും ഈ സഭകളെല്ലാം തന്നെ പറയുന്ന ഒരു കാര്യമാണ്, തങ്ങളുടെ പെൺകുട്ടികളെ പ്രണയച്ചതിയിൽപ്പെടുത്തിക്കൊണ്ട് ആദ്യം പ്രണയിച്ച് കല്യാണം കഴിക്കും, കുറച്ച് കഴിയുമ്പോൾ മതം മാറാൻ ആവശ്യപ്പെടും, മതം മാറിയിട്ടില്ലെങ്കിൽ അവരെ ആക്രമിക്കും, എന്നിട്ട് അവർക്ക് രക്ഷയില്ലാതെ ബുദ്ധിമുട്ടായി ഭയങ്കര പ്രഷറിലായി പോകുന്നൊരവസ്ഥയുണ്ട്. തിരിച്ച് വീട്ടിലേക്ക് വന്നാൽ പോലും അവരുടെ ജീവിതം നിലച്ചു പോകുന്നൊരവസ്ഥ. പിന്നെ പല ആളുകളെയും ബ്രെയിൻ വാഷ് ചെയ്തിട്ട് മതം മാറ്റുന്ന, മതപരമായിട്ട് അവരെ വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട് എന്നാണ് PC ജോർജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ PC ജോർജ് ഇത് ക്രിസ്ത്യൻ സമൂഹത്തിനിടയ്ക്കുള്ള ഒരു വിഷയമാകുമ്പോൾ PC ജോർജ് BJPയുടെ തന്നെ ഒരു നേതാവാകുമ്പോൾ വളരെ വൈകാരികമായിട്ടുള്ള അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി തുറന്ന് അടിച്ചു പറയാൻ PC ജോർജ് കാണിക്കുന്ന ഒരു ധൈര്യമുണ്ട്. ആ ധൈര്യമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. അത് പലപ്പോഴും ചിലപ്പോൾ അതിരെ കവിഞ്ഞു പോകാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പ്രസ്താവനയൊക്കെ ആയി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇപ്പോൾ ഈ ഒരു സമയത്ത് അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന എന്ന് പറയുന്നത്, ജബൽപൂരിൽ ഈ പറയുന്നത് പോലെ വൈദികരെ ആക്രമിച്ച ഒരു സംഭവം, ജബൽപൂരിലെ വൈദികർ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ നമ്മളെ കേരളത്തിൽ തന്നെ വൈദികർക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അത് വികാരി ജനറലായിട്ടുള്ള ഫാദർ ഡേവിസ് ജോർജ്, രൂപത പ്രൊക്യൂറേറ്റർ ഫാദർ ജോർജ് തോമസ്, പാരിഷ് കൗൺസിൽ സെക്രട്ടറി ഫെലിക്സ് ബാര എന്നിവരെയാണ് ബജ്രംഗ് പ്രവർത്തകർ കൈയേറ്റം ചെയ്തെന്നാണ് പരാതിയുള്ളത്. ഈ പറയുന്ന ഫാദർ ഡേവിസ് ജോർജ് തൃശൂർ കുട്ടനല്ലൂർ മരിയാപുരം സ്വദേശിയും ഫാദർ ജോർജ് തോമസ് എറണാകുളം സ്വദേശിയുമാണ് എന്നാണ് വരുന്ന വാർത്തകൾ. അപ്പൊ ഈ തീർത്ഥാടക സംഘം പള്ളിയിലേക്ക്, അവിടുത്തെ കാത്തലിക്സ് പള്ളിയിലേക്ക് പോവുകയും ആ കാത്തലിക്സ് പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് പള്ളിയുടെ മുമ്പിൽ നിന്ന് വലിയ സംഘർഷം ഉണ്ടാവുകയും ഈ വൈദികർക്ക് പരിക്കേൽക്കുകയും, അതായത് തീർത്ഥാടനത്തിന് പോയ ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ പ്രശ്നം ഉണ്ടായപ്പോൾ അവിടെ പോലീസ് ഇടപെടുകയും പോലീസ് അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തു. അത് അവിടെ പരിഹരിക്കപ്പെട്ടു. പിന്നീട് മറ്റൊരു സംഘം ഇതിനോടനുബന്ധിച്ച് മറ്റൊരു പള്ളിയിലോട്ട് പോകുന്ന സമയത്ത് അവിടെയും ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ തടയുന്ന അവസ്ഥയുണ്ടായി. അത് ഒരു സംഘർഷത്തിലേക്കൊന്നും എത്തിയില്ല, അവരെ പോലീസ് ഇടപെട്ട് മാറ്റുകയാണ് ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ വാർത്ത ഇവിടെ പറഞ്ഞു, അതായത് പരക്കുകയുണ്ടായി. അതായത് ജബൽപൂരിൽ നിന്ന് വൈദികരെ കയ്യേറ്റം ചെയ്തു, ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് കൈയേറ്റം ചെയ്തിട്ടുള്ളത്, മതപരിവർത്തനം ആരോപിച്ചുകൊണ്ടാണ് കയ്യേറ്റം എന്നാണ് പറയുന്നത്.
അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, സംഘപരിവാരത്തിൻ്റെ ഒരു കൂർമ്മ ബുദ്ധി ആണ് ഇതിലൊക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ള തരത്തിലായിരുന്നു വാർത്തകൾ. അത് അതുകൊണ്ട് തന്നെ തന്നെയാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു അവരുടെ മതം, ഹൈന്ദവ മതം മാറ്റി അല്ലെങ്കിൽ ക്രൈസ്തവ മതം ആ ഒരു മത പരിവർത്തനത്തിന് ഉദ്ദേശിച്ചിട്ടാണ് ഇവർ അങ്ങോട്ടേക്ക് വന്നതെന്ന രീതിയിൽ തെറ്റിദ്ധരിച്ചിട്ട് ആക്രമിച്ചു എന്ന് തന്നെയാണ് വാർത്ത വന്നത്. അതെ, ആ രീതിയിലാണ് സംസാരം ഉണ്ടായത്. അപ്പോൾ PC ജോർജിനോട് ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചോദിച്ചു. ഇപ്പം ജബൽപൂരിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും അദ്ദേഹം കൃത്യമായിട്ടൊരു മറുപടി പറയുന്നത് നമ്മൾ കണ്ടില്ല. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. പക്ഷേ PC ജോർജ് കുറച്ചും കൂടി ഒരു ക്രിസ്ത്യൻ സഭയെയൊക്കെ പ്രതിനിധീകരിച്ച് പോകുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞത്, ഇത് അവിടെയുള്ള ഒരു ക്ഷേത്രത്തിന് മുന്നിൽ കൂടെയാണ് ഈ തരത്തിലുള്ളൊരു ഒരു ഈ തീർത്ഥയാത്രയുടെ ഭാഗമായിട്ട് പോയത്. ആ ക്ഷേത്രത്തിന് മുന്നിൽ അവർ തമ്പടിക്കുകയും ആ ക്ഷേത്ര പരിസരത്തുണ്ടായിരുന്ന ആളുകളെ പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിലേക്ക് സ്തുതികൾ മുഴക്കുകയും ചെയ്തുകൊണ്ടാണ് അവിടെ അത്തരമൊരു ആക്രമണം ഉണ്ടായത് എന്നാണ് PC ജോർജ് പറയുന്നത്. ഇത് ജബൽപൂരിൽ വിളിച്ച് കൃത്യമായ കാര്യങ്ങൾ എന്താണ് എന്ന് അന്വേഷിച്ച ശേഷമാണ് താൻ സംസാരിക്കുന്നത് എന്നും PC ജോർജ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഈ ക്ഷേത്രത്തിന് മുന്നിൽ പോയി നിന്നുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിൽ ഒരു മതങ്ങളും പോവേണ്ടതില്ല. ഇനി പള്ളിക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പ്രൊവോക്കേഷന് വേണ്ടി മറ്റു ഇതര മതങ്ങളും വരേണ്ടതില്ല. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അവരവർ തന്നെയാണ് ഉത്തരവാദി. അതിൽ വെറുതെ ക്രിസ്ത്യൻ സമുദായത്തെ ആക്രമിക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് PC ജോർജ് വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. അതിന് BJPയുടെ പുറത്തേക്ക് കുതിര കയറണ്ട എന്നും പറയുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, നമ്മൾ ഈ വിഷയം, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെങ്കിലും അത് പുറത്തു വിട്ട് ഒരു 1-2 ദിവസം കൊണ്ട് കൃത്യമായ സോഴ്സിൽ നിന്ന് നമുക്ക് വിവരം കിട്ടും എന്താണ് സംഭവിച്ചതെന്നുള്ളത്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഈ ഇന്ത്യയിൽ മൊത്തം ഒരുപാട് BJPയുടെ പ്രവർത്തകരുണ്ട്, സംഘപരിവാർ പ്രവർത്തകരുണ്ട്. സംഘപരിവാറിൽ തന്നെ ഒരുപാട് വ്യത്യസ്തങ്ങളായ പരിവാർ സംഘടനകളുണ്ട്. ഇനി അതല്ലാതെ സംഘപരിവാറുമായി ബന്ധമില്ലാത്ത ഹിന്ദു മഹാസഭ പോലുള്ള ഹാർഡ് കോർ ഹിന്ദു സംഘടനകളുണ്ട്. AHP പോലുള്ള സംഘടനകളുണ്ട്. അതുപോലെ തന്നെ ഈ ഹനുമാൻ സേന എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ഇതൊന്നും സംഘപരിവാർ സംഘടനകളല്ല. ഇതൊക്കെ ഹാർഡ് കോർ ഹിന്ദു തീവ്ര സംഘടനകളാണ്. ഇവരുടെ ഒന്നും ഈ നിയന്ത്രണം സംഘപരിവാറിൻ്റെ കയ്യിലൊന്നുമല്ല, സർക്കാരിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ കയ്യിലോ ഒന്നുമല്ല. ഇത്തരത്തിലുള്ള ചില ആളുകൾക്ക് ഈ ക്രിസ്ത്യൻ സഭയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ട് മതം മാറ്റൽ പരിപാടി ഉണ്ട് എന്നുള്ള രീതിയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ അവിടുത്തെ നാട്ടുകാർ തന്നെ ചില ഈ ക്രിസ്തീയ വൈദികരെ കയറി കയ്യേറ്റം ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പെന്തക്കോസ്ത് മതവിഭാഗവുമായി ബന്ധപ്പെട്ട് അവർ ഈ പല ആളുകളെ, ഇപ്പം മുസ്ലിം വിഭാഗത്തിലെ ആളുകളെയും അതുപോലെ തന്നെ ഹിന്ദു വിഭാഗത്തിലെ ആളുകളെയും ഒക്കെ മതം മാറ്റാൻ വേണ്ടി അതിനായി ജനിച്ച ആളുകളാണ്. ഇപ്പം അതായത് പെന്തക്കോസ്തുകാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് വരൂ, ഞങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് വരും 24 മണിക്കൂറും പരസ്യമായി പറഞ്ഞു നടക്കുന്ന ആളുകളാണ് അവരെ വീട്ടിൽ പോവുകയും കർത്താവ് നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങൾ മറ്റുള്ള ആളുകളുടെ ഒപ്പമാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മതം മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് നിരന്തരമായ സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ പെന്തക്കോസ്ത് വിഭാഗവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഇപ്പം നോർത്തിലെ പല സംസ്ഥാനങ്ങളിലും ദാരിദ്ര്യം, ഹിന്ദുക്കളുടെ ചില ദാരിദ്ര്യവും പ്രശ്നങ്ങളും ഒക്കെ മുഖവിലക്കെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ചില സംഘടനകൾ ചേർത്തുകൊണ്ട് മതപരിവർത്തനത്തിന് വേണ്ടി ചില ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവിടെ അതിനായിട്ട് ചില സംഘടനകൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അത് കേന്ദ്ര സർക്കാർ അവരോട് പറയുന്നത്, നിങ്ങളുടെ മതപരമായ കാര്യങ്ങൾ ചെയ്ത്, നിങ്ങളുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ, പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ മതപരിവർത്തനത്തിന് ഇറങ്ങുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. മതപരിവർത്തനത്തിന് ഇറങ്ങുമ്പോൾ ഇതിപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞു എന്നൊന്നും നോക്കത്തില്ല. കേന്ദ്ര സർക്കാരാണ് ഭരിക്കുന്നത്, BJPയാണ് ഭരിക്കുന്നതെന്നല്ല. അവർക്ക് അവിടുത്തെ പ്രാദേശികമായ ജനതയ്ക്ക്, പ്രാദേശികമായ ഹിന്ദു സംഘടനകൾക്കൊക്കെ അവരുടെ വികാരം വ്രണപ്പെടും. സ്പോട്ടിൽ കയറിയാണ് പ്രശ്നം ഉണ്ടാക്കുക. അതിപ്പം മുകളിലിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണോ എന്നൊന്നും നോക്കാറില്ല. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, കണ്ണൂരിൽ ഈ അടുത്തൊരു ക്ഷേത്രോത്സവത്തിനിടയ്ക്ക് വലിയ അടിയുണ്ടായി. അവിടുത്തെ CPM പ്രവർത്തകർ പോലീസിനെ കയറി തല്ലുകയും നിങ്ങൾ സ്റ്റേഷനിൽ ഉണ്ടാവില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞു എന്ന് കരുതിയത് കൊണ്ട് നമ്മൾ CPMനെയോ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കാര്യമില്ല. അത് അവരുടെ ആ സമയത്തെ ഒരു പ്രൊവോക്കേഷനിലാണ് അത് പറഞ്ഞത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഈ പറഞ്ഞ ആളുകളെ സംരക്ഷിക്കുന്ന നിലപാട് സംസ്ഥാന സർക്കാർ എടുത്തു. അതായത് അവർ പറയുന്ന പോലെ തന്നെ ഈ നടപടിയെടുത്ത പോലീസ് SIയെയും വനിതാ SIയെയും സ്ഥലം മാറ്റി.
പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഈ തടഞ്ഞ ബജരംഗ് ദൾ പ്രവർത്തകർക്കെതിരെ, അറ്റാക്ക് ചെയ്ത ബജരംഗ് ദൾ പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു പ്രതികളെ. അത് സംരക്ഷിക്കാൻ നിന്നിട്ടില്ല. പക്ഷേ ഇത് ചെയ്തതെന്തോ BJP ഗൂഢാലോചന നടത്തിയിട്ട് ചെയ്തു എന്നുള്ള മട്ടിലാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് BJPക്ക് അകത്ത് തന്നെ നിൽക്കുന്ന, അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾക്കകത്ത് നിൽക്കുന്ന, ഇനി അതല്ലെങ്കിൽ പുറത്തുള്ള ഹാർഡ് കോർ ഹിന്ദു സംഘടനകൾക്ക് നിൽക്കുന്ന സാധാരണ പ്രവർത്തകർക്ക് ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവുകയും അവർ ആ സമയത്ത് പ്രതികരണം നടത്തുന്നതാണ് ഇത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ അതൊരു എന്താണ് പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്നതല്ല, സ്പോട്ടിൽ സംഭവിക്കുന്നതാണ്. അത് ഒന്നാമത്തത് ഈ പറയുന്ന പെന്തക്കോസ്ത് വിഭാഗത്തിലുള്ള ആൾക്കാരൊക്കെ ഈ മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ ഹിന്ദു മത വിഭാഗവുമായി ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ വിഷയം പറയാം. ഞാൻ ഒരു ഹിന്ദു മത വിശ്വാസിയാണ്. ഹിന്ദു മതത്തിനേക്കാൾ ഉപരിയായിട്ട് ഹിന്ദു സംസ്കാരത്തെ അതിലുള്ള ദൈവീകപരമായ കാര്യങ്ങളെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് തന്നെ ക്രിസ്തുവിൽ വിശ്വാസമുണ്ട്. ക്രിസ്ത്യൻ പള്ളിയിൽ ഞാൻ പോകാറുണ്ട്. ഞാൻ ക്രിസ്ത്യൻ പള്ളിയിൽ പോയി കർത്താവിനോട് പ്രാർത്ഥിക്കാറുണ്ട്, മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. ബുദ്ധക്ഷേത്രങ്ങളിൽ, ജൈനക്ഷേത്രങ്ങളിൽ ഞാൻ പോകാറുണ്ട്. പക്ഷെ അങ്ങനെ പോയി എന്നുള്ളത് കൊണ്ട് ഞാൻ അവരുടെ മതത്തിലേക്ക് എത്തിപ്പെട്ടെന്നോ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നോ അർത്ഥമില്ല. എനിക്ക് എല്ലാ മതത്തിലെയും ഈശ്വരന്മാരെ, ദൈവത്തെ ആ സ്പിരിറ്റിൽ കാണാൻ കഴിയുന്നതുകൊണ്ടാണ്. എൻ്റെ ദൈവങ്ങളിലുള്ള സ്പിരിറ്റ് തന്നെ ഈ ദൈവത്തിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് കാണുന്നത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ കാണാൻ കഴിയുന്നത്. എന്ന് കരുതിയിട്ട് ഞാനൊരു ക്രിസ്ത്യൻ മതവിശ്വാസിയെ നിർബന്ധിച്ച് എൻ്റെ ഹിന്ദു മതത്തിലേക്ക് കൊണ്ടുവരുന്നതിനോട് ഒരിക്കലും എനിക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം അവർ വളർന്ന സമൂഹം, അവൾ വരുന്ന രീതിയും ഒക്കെ അതാണ്. അവർ വിശ്വസിച്ചോട്ടെ. പക്ഷെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് എല്ലാത്തിലും ഒരു ചൈതന്യമാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമുക്ക് എന്തുള്ളത്, നമ്മളൊക്കെ മനുഷ്യന്മാരായി മാറുന്നത്. പക്ഷെ CPM-നും ആ കാര്യമില്ല. CPM-നെയും ഈ യുക്തിവാദികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ദൈവമേ ഇല്ല, ഒരു സാധനവും ഇല്ല. അവരുടെ ഈ തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്സിന് വേണ്ടി മാത്രം പറയും നമ്മളൊക്കെ ഒന്നാണ്, എല്ലാവരും ഒന്നാണ് എന്ന് പറയുകയും ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റിനോട് താല്പര്യമില്ലാത്ത ആളുകളാണ് അവർ. അതും പാടില്ല. ഒപ്പം മതപരിവർത്തനവും പാടില്ല. ഒപ്പം ഹാർഡ് കോർ മതചിന്തയും പാടില്ല. ഇതിൻ്റെ നടുക്ക് നിൽക്കുന്ന എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന ഒരു അവസരമായിരിക്കണം ഉണ്ടാവേണ്ടത് എന്നാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല എന്നുള്ളിടത്താണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. ജബൽപൂരിലെ ഈ ഒരു വിഷയത്തിൽ അതായത് BJP കൃത്യമായി ഇടപെടുകയും അതിൽ നടപടിയെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാക്കി മാറ്റാനുള്ള ശ്രമം എല്ലായിടത്തും നടക്കുന്നു. അപ്പുറത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളത് കാണാതെയാണ് ഇപ്പുറത്ത് കാര്യങ്ങൾ ഇടുന്നത്. ഇപ്പോൾ ആതിരയുടെ വീട്ടിൽ നിരന്തരമായി വന്ന് ആതിരയെ മതം മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആതിരയുടെ ചുറ്റുമുള്ള ആതിരയുടെ കുടുംബക്കാരോ ആളുകളോ ചിലപ്പോൾ ഇടപെടുകയും ആ ആളുകളുമായിട്ട് വാക്തർക്കം ഉണ്ടാവുകയൊക്കെ ചെയ്യും. അതിന് ഈ ക്രിസ്ത്യൻ സമൂഹത്തെ അടിച്ചു, ക്രിസ്ത്യൻ സമൂഹത്തെ ആക്രമിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്നാണ് PC ജോർജ് പറഞ്ഞത്. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതും. PC ജോർജ് പിന്നെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാര്യം പറയാൻ കഴിയുന്ന ക്രിസ്ത്യാനി ആയതുകൊണ്ട് ആളുകൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്.